ഒരുപാട് സംഭവങ്ങൾ ഇന്നലെ നടന്നു. പക്ഷെ ഇന്നലെ നടന്ന ഒരു പ്രധാന സംഭവം ചടയമംഗലം പോലീസ് സ്റ്റേഷനിലാണ്. ഏകദേശം ഉച്ച കഴിഞ്ഞ സമയം കുറച്ച് കുട്ടികൾ സ്റ്റേഷനിലിരുന്ന് കരയുന്നു. പിന്നീടാണ് കാര്യം മനസ്സിലായത് എന്താണെന്നുള്ളത്. നമ്മൾ ആവേശം മൂത്തിട്ട് നിലമേൽ കിടന്ന് വിളിച്ച കുട്ടികളാണ്. ആ സീനും നോക്കും. ഈ കാണുന്ന കുട്ടികൾ വളരെ ആവേശപൂർവ്വം ഗവർണർ ഗോ ബാക്ക് എന്ന് വിളിച്ചുകൊണ്ടിരുന്ന ഈ കുട്ടികൾ സംഗതി പണിപാളി എന്ന് മനസ്സിലായപ്പോൾ അവിടെ കുത്തിയിരുന്ന് കരയാണ്. പിണറായി സഖാവും അതുപോലെ അവരുടെ ബാക്കിയുള്ള സഖാക്കളുമൊക്കെ ഇവർക്ക് ഉറപ്പ് കൊടുത്തു, അല്ലെങ്കിൽ അവരുടെ നേതാക്കൾ മുഖേന ഇവർക്ക് ഉറപ്പ് കൊടുത്തു, നിങ്ങൾ ഗവർണർ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുന്നിലേക്ക് കരിങ്കൊടിയും കൊണ്ട് ചാടണം, പറ്റുമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ വാഹനത്തിന് മുന്നിലേക്ക് ചാടണം, ഒരു വലിയ സീൻ ഉണ്ടാക്കണം, പോലീസ് നിങ്ങളെ അറസ്റ്റ് ചെയ്യില്ല, പോലീസ് നിങ്ങളെ ബലമായി പിടിച്ചു മാറ്റും. പിന്നെ MC റോഡ് ലീസേബിനാണല്ലോ പണിഞ്ഞേക്കുന്നത്. ലീസേബിൻ പണിഞ്ഞത് കൊണ്ട് ആ റോഡിന് നല്ല ഉറപ്പാണ്. അതിന് കേരള സർക്കാർ ബില്ല് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിലും ലീസേബിൻ മലേഷ്യയിൽ പോയി തൂങ്ങിച്ചത്തെങ്കിലും ആ റോഡിന് യാതൊരു കുഴപ്പമില്ലാതെ ഇപ്പോഴും അവിടെ ഉണ്ട്. അതുകൊണ്ട് ഗവർണർ അതിവേഗം നിങ്ങളെ കാണുമ്പോൾ ഡ്രൈവ് ചെയ്ത് പൊയ്ക്കോളും. ഇനി അഥവാ നിങ്ങളെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചടയമംഗലം പോലീസ് സ്റ്റേഷനിൽ എത്തുമ്പോഴേക്കും അവിടെ സഖാക്കൾ നിങ്ങളെ കാത്ത് നിൽപ്പുണ്ടാവും ജാമ്യത്തിലെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ജാമ്യത്തിൽ ഇറങ്ങി ചടയമംഗലം ജംഗ്ഷൻ മുതൽ വെള്ളാർവട്ടം ഭാഗത്തേക്ക് പോകേണ്ടവർക്ക് അങ്ങോട്ടും, ഇനി അതല്ല കടയ്ക്കൽ ഭാഗത്തേക്ക് പോകേണ്ടവർക്ക് അങ്ങോട്ടും, നിലവിൽ വരേണ്ടവർക്ക് അങ്ങോട്ടും ഒക്കെ തുറന്ന ജീപ്പിൽ ചുമന്ന മാലയിട്ടുകൊണ്ട് ഞങ്ങൾ സ്വീകരണം ഒരുക്കും. ആ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് നേതാക്കന്മാരായി നിങ്ങൾക്ക് തിരിച്ചു വരാം, രാജാക്കന്മാരെ പോലെ തിരിച്ചു വരാം എന്നൊക്കെയാണ് ഇവർക്ക് വലിയ വാഗ്ദാനങ്ങൾ കൊടുത്തിരുന്നത്. പക്ഷേ ആ കുട്ടികളാണ് അവിടെ ഇരുന്ന് നിലവിളിക്കുന്നത്. അവർക്ക് കാര്യം മനസ്സിലായി, ഒരു 10 കൊല്ലത്തേക്ക് ഇനി പുറത്തിറങ്ങാൻ പറ്റില്ല, പണി പാളി എന്നുള്ളത്. ഗവർണർ ഗോ ബാക്ക് എന്ന് വിളിക്കാൻ വേണ്ടി ഇങ്ങനെ പറഞ്ഞിറക്കിയപ്പോൾ ഇങ്ങനെ ഒരു പുകിലാണ് കൊണ്ടെത്തുക എന്നുള്ളത് അവർ ചിന്തിച്ചിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ഞാൻ ആലോചിക്കുന്ന വേറൊരു പാവപ്പെട്ട ഒരു കുട്ടിയെക്കുറിച്ചാണ്. ഇവരുടെയൊക്കെ താളത്തിനകത്ത് തുള്ളിക്കണ്ട് ഒരു പെൺകുട്ടി ഗവർണർ ഗോ ബാക്ക് വിളിക്കുന്നത് കണ്ടു. ആ ഗോ ബാക്കിന് ഗവർണർ മറുപടിയും കൊടുത്തു. എന്നാൽ തൊട്ടടുത്ത നിമിഷം ആ കുട്ടിയുടെ മുഖമൊന്ന് കാണണം. അവൾക്ക് അപ്പോഴേക്കും കാര്യം മനസ്സിലായി, പണി പാളി എന്നുള്ളത്. ഇന്നൊരു പക്ഷേ എനിക്ക് വീട് കാണാൻ കഴിയില്ല എന്ന് അപ്പോഴൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. ഏതായാലും ഇങ്ങനെ നേതാക്കന്മാരുടെ താളത്തിനൊത്ത് അവർ ജാമ്യത്തിലെടുത്ത് രാജാക്കന്മാരെ പോലെ അവരുടെ വീടുകളിലേക്ക് എത്തിക്കും എന്ന് പറഞ്ഞ് അത് കേട്ടിട്ട് അതിൻ്റെ ആവേശം മൂത്ത് തങ്ങൾ നാട്ടിലെ രാജാക്കന്മാരായി നിൽക്കുന്നത് പോലെ, പിണറായി രാജാവ് നിൽക്കുന്ന പോലെ നിൽക്കും, അറിയപ്പെടുന്നവരാകും എന്നൊക്കെ കരുതിയവർ 2 പെൺകുട്ടികൾ ഇന്നലെ ഉറങ്ങിയത് അട്ടക്കുളങ്ങര സബ് ജയിലിലാണ്. ബാക്കിയുള്ളവർ FIR കിട്ടിയ മഹാരഥന്മാർ, ഇന്നലെ സ്റ്റേഷനിലിരുന്ന് നിലവിളിച്ചവർ ഇന്നലെ ഉറങ്ങിയത് കൊട്ടാരക്കര സബ് ജയിലിലാണ്. എന്നാണ് ഇനി പുറത്തിറങ്ങുക എന്ന് പറയാൻ പറ്റൂല. അറിയാമല്ലോ ഗവർണർക്കെതിരെ, അതല്ലെങ്കിൽ പ്രസിഡന്റിനെതിരെ ഒക്കെ ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ നടത്തിയാൽ കിട്ടുന്ന ശിക്ഷ എന്തായിരിക്കുമെന്ന്. എന്നാൽ ഈ കുട്ടികൾ, ഈ SFIയുടെ കുട്ടികൾ ഒന്ന് മനസ്സിലാക്കണമായിരുന്നു. മുമ്പ് തിരുവനന്തപുരത്ത് ഇതുപോലെ SFIയുടെ കുറച്ച് ആൾക്കാർ, കുട്ടിസഖാക്കൾ, ഈ പറഞ്ഞ നേതാക്കന്മാരുടെ വാക്കും കേട്ട് മുന്നിലേക്ക് എടുത്ത് ചാടിയത്. പോലീസുകാരുടെ പിടിച്ചു മാറ്റാനൊക്കെ നോക്കി, കാര്യമൊക്കെ ശരി തന്നെ. പക്ഷേ ഗവർണർ അപ്പോൾ FIR ഇടാൻ പറഞ്ഞില്ല എന്നുണ്ടെങ്കിലും പിന്നീട് FIR ഇട്ട് കൊണ്ടുവന്ന് കാണിക്കേണ്ടി വന്നു. അവരൊക്കെ അകത്താക്കുകയും ചെയ്തു. അതെങ്കിലും ഇവർ കാണണമായിരുന്നു. അവർ കരുതിയത് പോലീസുകാർ നമ്മളെ സംരക്ഷിക്കുമെന്നാണ്. അതുകൊണ്ടാണ് ആവേശം മൂത്ത് അവർ ഗവർണർക്ക് നേരെ ചാടിയത്. കാരണം അതിന് തൊട്ടു മുമ്പുള്ള അരമണിക്കൂറുകൾ പോലീസുകാർക്കൊപ്പം കുശലം പറഞ്ഞുകൊണ്ട്, പോലീസുകാർക്ക് തണലായി തങ്ങളുടെ കറുത്ത ബാനർ വീശിക്കൊടുത്തുകൊണ്ട്, അല്ലെങ്കിൽ പോലീസുകാരുടെ തലയ്ക്ക് മീതെ കൂടി ബാനർ വെച്ചുകൊണ്ട് അവർക്ക് തണൽ കൊടുത്തുകൊണ്ട് അവരോട് കുശലം പറഞ്ഞ് അവരുടെ സംരക്ഷണയിൽ നിന്ന് SFIയുടെ കുട്ടിസഖാക്കളാണ്. എന്നാൽ അവരപ്പോൾ ഓർത്തില്ല, ഇതേ പോലീസുകാർ തന്നെ 2 ബസ്സുകളിലായി തങ്ങളെ തൂക്കിയെടുത്തുകൊണ്ട് ചടയമംഗലം പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുമെന്നും കൊട്ടാരക്കര സബ് ജയിലിലും അതുപോലെ പെൺകുട്ടികളെ അട്ടക്കുളങ്ങര സബ് ജയിലിലേക്കുമായിട്ട് മാറ്റുമെന്നും ഇനിയുള്ള ഒരു 10 കൊല്ലമെങ്കിലും അവിടെയാണ് താമസിക്കേണ്ടതെന്നും അങ്ങനെ ഒരു ഗതി വരുമെന്നും അവർ സ്വപ്നേപി വിചാരിച്ചില്ല. ഞാൻ ആലോചിക്കുന്നത് ഈ കുട്ടികളുടെ വീട്ടിലെ അവസ്ഥയാണ്. കാരണം നിലമേൽ, കടയ്ക്കൽ, ഈ ആയൂർ മേഖലകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ SFIന്റെ വിദ്യാർത്ഥികളായിട്ടുള്ളവർ സാധാരണക്കാരുടെ മക്കളാണ്. വലിയ കാശുകാരുടെ മക്കളൊന്നും നമ്മുടെ SFIയിലും KSUയിലും മറ്റ് രാഷ്ട്രീയത്തിനും അവിടെ കളിക്കാനൊന്നും പോകുന്നില്ല. ഇവിടെ SFIയുടെ പ്രവർത്തകരെന്ന് പറഞ്ഞ് നടക്കുന്ന ഇവർ സാധാരണക്കാരായ പാവങ്ങളുടെ മക്കളാണ്. ഈ പിണറായി വിജയനോ അല്ലെങ്കിൽ അതല്ല എന്നുണ്ടെങ്കിൽ അവിടുത്തെ സഖാക്കന്മാരോ ആരും ഇവരുടെ കേസ് നടത്താനുണ്ടാവില്ല. കാരണം ഖജനാവിൽ പണമില്ല, പാർട്ടിയുടെ ഖജനാവിലും പണമില്ല. വ്യക്തിപരമായി എല്ലാം കൊള്ളയടിച്ച് വെച്ചിട്ടുള്ളത് കൊണ്ട് അത് അവരുടെ ആവശ്യത്തിനാണ്, അത് പാർട്ടി പ്രവർത്തകർക്ക് വേണ്ടിയിട്ടോ മറ്റുള്ളവർക്കോ വേണ്ടി ഇറക്കുമെന്ന് കരുതാനും വയ്യ. അങ്ങനെ വരുമ്പോൾ ഇവരുടെ അപ്പനും അമ്മയും അല്ലെങ്കിൽ ഇവരുടെ രക്ഷിതാക്കൾ വളരെ കഷ്ടപ്പെട്ട് ചെലവിന് കൊടുത്ത് എങ്ങനെയെങ്കിലും പഠിപ്പിക്കാൻ വേണ്ടി നിലമേൽ കോളേജിലും അതുപോലെ പാലൽ കോളേജിലും ഒക്കെ പറഞ്ഞു വിട്ട് പഠിപ്പിച്ച് നാളെ എന്തെങ്കിലുമായി അതുകൊണ്ട് നമ്മളെ കുടുംബം രക്ഷപ്പെടും എന്നൊക്കെ കരുതി ഇറക്കിവിട്ട കുട്ടികളാണ് നേരെ ജയിലിലേക്ക് പോയിട്ടുള്ളത്. ആ കുടുംബത്തിൻ്റെ ആകെയുള്ള പ്രതീക്ഷകളാണ്. എൻ്റെ സംശയം, ഈ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് രാഷ്ട്രബോധമുള്ള, പൗരബോധമുള്ള, രാഷ്ട്രത്തിന് ഗുണമുള്ള, നാടിന് ഗുണമുള്ള കുറേ പൗരന്മാരെ വാർത്തെടുക്കാനാണോ
അതോ അവരുടെയൊക്കെ വിദ്യാഭ്യാസ ജീവിതവും സാമൂഹ്യ ജീവിതവും തച്ചുടച്ച് ജയിൽ പുള്ളികളാക്കി മാറ്റാൻ വേണ്ടിയിട്ടാണോ? എന്തിനാണ് അവരെ നിങ്ങളുടെ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളിലൂടെ വളർത്തിക്കൊണ്ടുവരുന്നത്? യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസം എന്താണ് എന്ന് നിങ്ങൾക്ക് അറിയുമോ? അത് അറിയുമായിരുന്നെങ്കിൽ ഇത്തരത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യില്ലല്ലോ. ഏതായാലും ഇന്നലെ ആവേശം മൂത്ത ആ കുട്ടികൾ അട്ടക്കുളങ്ങരയിലും കൊട്ടാരക്കര സബ് ജയിലിലും കഴിയേണ്ടി വരുമ്പോൾ തിരുവനന്തപുരവും ഇനി നിലമേലും കൂടി ഓർമ്മിച്ചുകൊണ്ട് 10-20 പേർ ഇവിടെ പെട്ടു. ഏകദേശം 5-6 പേർ തിരുവനന്തപുരത്ത് പെട്ടു. അവരൊക്കെ ഇനിയിപ്പോൾ ജയിലിലാണ്. ജീവിതം പോയി, പഠനവും പോയി, എല്ലാം കഴിഞ്ഞു. അവരുടെ കുടുംബത്തിൻ്റെ പ്രതീക്ഷയും എല്ലാം കഴിഞ്ഞു. ഇനി നല്ല ഒന്നാം തരം ജയിൽ പുള്ളികളായിട്ട് അവർ തിരിച്ചു വരും. ആയിക്കോട്ടെ. എന്നാൽ ഇനിയുള്ളവരെങ്കിലും ഈ നേതാക്കന്മാരുടെ, ഈ സഖക്കന്മാരുടെ അവരുടെ മുതലെടുപ്പിന് വേണ്ടിയിട്ടുള്ള അവരുടെ രാഷ്ട്രീയവും അവരുടെ നേതൃസ്ഥാനവും വളർത്താൻ വേണ്ടിയിട്ടുള്ള ഈ കുൽസിത ശ്രമങ്ങൾക്ക് ഗവർണറുടെ മേൽ കുതിര കയറാൻ നിങ്ങൾ പോകാതിരിക്കുക. നിങ്ങൾ വല്ല MLA-മാരുടെയോ MP-മാരുടെയോ അതല്ലെങ്കിൽ മന്ത്രിമാരുടെയോ മേലെ കുതിര കയറിക്കുള്ളൂ, കുഴപ്പമൊന്നുമില്ല. അതിനൊക്കെ ഒരു പരിധിയുണ്ട്. നിങ്ങളുടെ നേതാക്കന്മാരുടെ കയ്യിൽ നിൽക്കും. പക്ഷെ അതുപോലെയല്ല ഗവർണർ. എല്ലാവരോടും കളിക്കുന്നത് പോലെ ഗവർണറോട് കളിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ നേതാക്കന്മാരല്ല, സാക്ഷാൽ പിണറായി മഹാരാജ് വന്നാലും ഒന്നും നടക്കൂല എന്ന് ഇന്നലത്തോടുകൂടി മനസ്സിലായില്ലേ? ഇതാണ് പറയുന്നത്. കളിപ്പിക്കാൻ പലരും കാണും, കളി കാണാൻ നിങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ.